നമുക്കിന്നപ്പം നല്ല വലിയൊരു ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണമാണ് കേട്ടോ ഇച്ചിരി വലുത്, ബാക്കിയൊക്കെ ചെറുതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഇതിന് ജീവനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ജീവനുള്ളത് കൊണ്ട് തന്നെ ഇത് ഞാൻ ഇത്രയും നേരം ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ജീവനൊന്ന് പോയത്. അപ്പോൾ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു ഞണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ കാലിങ്ങനെ അടിച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ അതിനെ ക്ലീൻ ചെയ്യുവാണേ. കണ്ടില്ലേ, അതിനകത്തൊരു ഒരു കല്ലാന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ കല്ലാന്ന് പറയും കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. അതിങ്ങനെ ഈ ഞണ്ടിൻ്റെ കറിയിലിടുമ്പോഴത്തേക്ക് അതിങ്ങനെ നല്ല തിക്കാവും. അപ്പോൾ അത് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ ഒരു മഞ്ഞ കളറിലാണ് ഉണ്ടാവുക. അത് എന്തുവെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷെ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി ഇടുവാണ്. എൻ്റെ കത്തി ഇത്തിരി മൂർച്ച കുറവാണ് കേട്ടോ. അത് വെട്ടിയിട്ടും വരുന്നില്ല. അങ്ങനെ അതിൻ്റെ നിറച്ച് മാംസം ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് നല്ല മാംസമുള്ള ഞണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇട്ടിട്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ട് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഞണ്ട് കറി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഞണ്ട് കറി വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി റോസ്റ്റ് ആയിട്ടുണ്ട്. ആ കാലൊക്കെ കണ്ടില്ലേ, വലിയ കാലൊക്കെ ആയിരുന്നു കേട്ടോ. അതാണ് അതൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ നമ്മുടെ ഞണ്ട് കറിയല്ല ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകിച്ച് നല്ല കളറും കൂടി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ബൈ.